ക്യാപ്കട്ട് തുറക്കുക, വേണ്ട വീഡിയോ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനകത്ത് നിങ്ങൾക്ക് വേണ്ട ഒരു പോർഷൻ സ്റ്റോപ്പ് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് എടുക്കുക. നേരെ ChatGPT അകത്ത് പോകുക, ഈ ഫോട്ടോ ഇട്ട് കൊടുക്കുക. ഞാൻ താഴെ കൊടുത്തിട്ടുള്ള പ്രോംപ്റ്റ് അതിനകത്തേക്ക് കോപ്പി ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ഇൻട്രോയ്ക്കുള്ള ഫോട്ടോ റെഡി ആക്കിയിട്ട് ChatGPT കയ്യിൽ തരും. ഇനി അവിടുന്ന് നേരെ ആ ഫോട്ടോ എടുത്ത് സേവ് ചെയ്തതിനു ശേഷം ക്യാപ്കട്ടിലോട്ട് തന്നെ തിരിച്ചു വരിക. നമ്മൾ ഓൾറെഡി എടുത്ത് വെച്ച വീഡിയോന്റെ കൂടെ പ്ലസ് ബട്ടൺ ആഡ് ചെയ്ത് നമ്മൾ സേവ് വെച്ചൊരു ഫോട്ടോ എടുത്ത് വയ്ക്കുക. ഇനി അതിന്റെ സൈസ് കറക്റ്റ് ആക്കി വെച്ചു കൊടുക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോയിൽ നിന്ന് ഫോട്ടോ, അതായത് ഇൻട്രോ സെക്ഷനിലേക്ക് വരുമ്പോൾ ഉള്ള ഒരു ഗുമ്മ് കൊടുക്കണം. അതിനകത്ത് നമ്മൾ നേരെ വീഡിയോന്റെ എഫക്റ്റ് എടുക്കുക, ഏതെങ്കിലും ഒരു ട്രാൻസിഷൻ എഫക്റ്റ് വെച്ചു കൊടുക്കുക. അതുപോലെ തന്നെ കോമിക്സിനകത്ത് ചെന്ന് കഴിഞ്ഞാൽ സ്പീഡ് ലൈൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എഫക്റ്റും കൂടെ ഉണ്ട്. അതും കൂടെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒരു പവർ ഉള്ള ഇൻട്രോ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് ഒരുപാട് എഫക്ട്സ് ഉണ്ട്. നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ട് തോന്നുന്ന ഏത് എഫക്റ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിനകത്ത് ചൂസ് ചെയ്യാം. ഇനി അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇതിനകത്തേക്ക് നല്ലൊരു ടെക്സ്റ്റ് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. എന്ത് ടെക്സ്റ്റ് ആണോ നിങ്ങൾക്ക് വേണ്ടത് അത് നേരെ ടൈപ്പ് ചെയ്തതിനു ശേഷം ഫോൺസിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോണ്ട് സെലക്ട് ചെയ്യാം, സ്റ്റൈൽസ് സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ ആനിമേഷൻ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോക്കുള്ള ഇൻട്രോ പ്രോപ്പറായിട്ട് റെഡിയായി. ഒരു കാര്യം ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ഒരു വീഡിയോ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ പാട്ട് എവിടെ നിന്നാണോ തുടങ്ങുന്നത് അത് കറക്റ്റ് ടൈമിൽ നിങ്ങൾക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ട്രാൻസിഷൻ കറക്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം.